അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാമേവരും റമളാനിലെ അവസാനത്തെ പത്തിലാണല്ലോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത നിസ്കാരങ്ങളും സ്വതക്കകളും ഖുർആനോത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നാം നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹത്തായ തൗബയെക്കുറിച്ചാണ്. തൗബ എന്ന് വെച്ചാൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പൊറുക്കലിനെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ആധുനിക ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ നാം ഏവരുടെയും മുമ്പിൽ തെറ്റുകുറ്റങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഏവരും നിത്യമായും തൗബ ചെയ്യണം. കാരണം ഒരു തെറ്റുപോലും ചെയ്യാത്ത നമ്മുടെ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യേന തൗബ ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാം ദിവസേന 70 പ്രാവശ്യം തൗബയും പശ്ചാത്താപവും തേടുമായിരുന്നു എന്ന്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ദിവസം ഒരു പ്രാവശ്യമെങ്കിലും തൗബ ചെയ്തു കൊള്ളണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ സമ്പൂർണ്ണമായ തൗബ ചെയ്തു കൊള്ളുവിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തൗബ ചെയ്യുന്നവരെയാണ്. അതുപോലെ തന്നെ ഏതൊരു വ്യക്തിയുടെയും തൗബ സ്വീകരിക്കാൻ 4 ഷർത്തുകളാണുള്ളത്. ഒന്നാമത്, നാം ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് പിന്തിരിയലാണ്. രണ്ടാമത്, ഇനി ഒരിക്കലും ആ പാപം ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യലാണ്. മൂന്നാമതായി പറയുന്നത്, നാം ചെയ്ത പാപത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിക്കലാണ്. നാലാമത്, മനുഷ്യരുമായുള്ള ഹക്ക് വീട്ടലാണ്. മനുഷ്യരുമായുള്ള ഹക്കിൽപ്പെട്ടതാണ് കടം പോലുള്ളവ, മറ്റുള്ളവരെ ഈബത്ത് പറയുക. അതൊക്കെ ഈ 4 ഷർത്തുകൾ പൂർത്തീകരിച്ചാൽ മാത്രമേ ഒരു മുഅ്മിനായ വ്യക്തിയുടെ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തൗബ സ്വീകരിക്കാത്ത 2 സമയങ്ങളുണ്ട്. ഒന്നാമത്തേത് റൂഹ് തൊണ്ടക്കുലെത്തുന്ന സമയമാണ്, അഥവാ അതൊക്കെ നമ്മുടെ മരണസമയമാണ്. നാഥൻ നമ്മുടെ മരണസമയം നന്നാക്കി തരുമാറാവട്ടെ. രണ്ടാമത്തെ സമയം എന്നുള്ളത് സൂര്യൻ മഗ്‌രിബിന് ഉദിച്ചതിന് ശേഷമാണ്, അഥവാ അത് ഖിയാമത്ത് നാളിൻ്റെ സമയമാണ്. ഈ 2 സമയങ്ങളിലും ഏതൊരു വ്യക്തിയുടെയും തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിൽ കൊടും വരൾച്ചയുണ്ടാവുകയാണ്. അങ്ങനെ അതാ മൂസാ നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ വന്ന് പരാതി പറഞ്ഞു, നാട്ടിലൊന്നും വെള്ളം കിട്ടുന്നില്ല, ഒരു തുള്ളി പോലും കുടിക്കാൻ വെള്ളമില്ല നബിയെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഫലമില്ല, അങ്ങ് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അതാ മൂസാ നബി അലൈഹിസ്സലാം ഒരു ഒഴിഞ്ഞ പ്രദേശം പറഞ്ഞു കൊടുത്തു. നാട്ടിലുള്ള ജനങ്ങളോടൊക്കെ അവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമും ജനങ്ങളും ആ ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയി. അവിടെ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു. ഉടനതാ മൂസാ നബി അലൈഹിസ്സലാമിനതാ വഹി അറിയിച്ചു കൊടുത്തു, നിങ്ങളിന്ന് 2 പേർ നിത്യേന മുടങ്ങാതെ തെറ്റു ചെയ്യുന്നവരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ആരുടെയും പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാത്തതെന്ന് പറഞ്ഞു.
അപ്പോൾ മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, ആരാണ് ആ 2 പേർ? ആ 2 പേരെ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ സംഘത്തിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഞാൻ ആ 2 പേരെ പറഞ്ഞു തരികയാണെങ്കിൽ അവർ 2 പേരും ആ ജനങ്ങളുടെ ഇടയിൽ വഷളായിപ്പോകും, അവർ വെറും ഒരു താഴ്ന്നവരാകിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെല്ലാവരും തൗബ ചെയ്യാൻ കൽപ്പിക്കുവിൻ. അങ്ങനെ അതാ മൂസാ നബി അലൈഹിസ്സലാമും ജനങ്ങളും തൗബ ചെയ്ത ഉടനെ അതാ നാട്ടിൽ മഴ വർഷിച്ചു. കേട്ടല്ലോ കൂട്ടുകാരെ തൗബയുടെ മഹത്വം. നാം ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിത്യമായി തെറ്റുകൾ ചെയ്തവർക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പുറത്തു തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നാം ഈ ചരിത്രത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നാം പരസ്യപ്പെടുത്തരുത് എന്ന്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നാം മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ പരസ്യപ്പെടുത്തി അവരെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം അതൊക്കെ ഒന്ന് ജീവിതത്തിൽ ശ്രദ്ധയപ്പെടുത്തിക്കൊണ്ട് നാം ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദുആവസിയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.